പാലാ നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം അധ്യക്ഷത വഹിച്ചു. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിലവിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന എഞ്ചിനില്ലാത്ത മാരുതി ഓമിനി വാൻ ഉപയോഗിച്ചുള്ള ബസ്സുകളുടെ ടയർ നിറയ്ക്കലും ഗ്രീസ് അടിക്കലും സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തു. പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി താൽക്കാലികമായി താൻ കൊടുത്ത മാരുതി ഒമിനി വാനാണ് ബസ് സ്റ്റാൻഡിൽ ഇട്ടിരിക്കുന്നതെന്ന് കൗൺസിലർ ബിജു മാത്യൂസ് വിശദീകരിച്ചു. മറ്റൊരു സൗകര്യം തൊഴിലാളികൾക്ക് കിട്ടാത്തതിനാലാണ് തന്റെ കാലഹരണപ്പെട്ട മാരുതി ഒമിനി തൊഴിലാളികൾക്ക് വിട്ടുകൊടുത്തതെന്നും ബിജു മാത്യൂസ് പറഞ്ഞു. ഇത് അംഗീകരിച്ച കൗൺസിൽ യോഗം 2 മാസത്തിനുള്ളിൽ ഇത് മാറ്റണമെന്ന് നിർദ്ദേശം നൽകി. പകരം സംവിധാനം ഏർപ്പെടുത്താൻ തൊഴിലാളികൾ തന്നെ തയ്യാറാകണമെന്നും കൗൺസിൽ യോഗം നിർദ്ദേശിച്ചു. മാരുതി വാനിൽ വെച്ചിരിക്കുന്ന പഞ്ചർ വർക്കുകൾ എന്ന ബോർഡ് എത്രയും വേഗം നീക്കാനും കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്റ്റാൻഡ് വൃത്തിയായി സൂക്ഷിക്കണമെന്നും കയ്യേറ്റങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും കൗൺസിലർമാർ പറഞ്ഞു. മാനുഷിക പരിഗണന വെച്ച് ബിജുവിന്റെ നിർദ്ദേശം സ്വീകരിക്കുന്നുവെന്നും കൗൺസിലർമാർ പറഞ്ഞു. യോഗത്തിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ ടോണി തൈപ്പറമ്പിൽ, ബിജു പാലുപ്പടവിൽ, ജോർജ് കുട്ടി ചെറുവള്ളി, ബിജു മാത്യൂസ്, അഡ്വക്കേറ്റ് ബെറ്റി ഷാജു, ഷാജു തുരുത്തൻ, സനിൽ രാഘവൻ, ബിജി ജോജോ കുടുക്കച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു. i4e ന്യൂസ്, പാലാ.